morning, dear students. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം പ്രാക്ടിക്കൽ പ്രോബ്ലം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സർസൈസ് പ്രോബ്ലം ചെയ്തിരുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെയും കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ട്രയൽ ബാലൻസ് നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്, അതേസമയം അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ഒരു 6 ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവുകയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്ന ട്രയൽ ബാലൻസിൽ പറയുന്ന ഐറ്റംസുകൾ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് നമുക്ക് എഴുതാം, SOFPയിലും SOPയിലും ഏതൊന്നും തരംതിരിച്ച് ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ് ഞാൻ എഴുതി കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാണ് ഇവിടെയും, പുതിയതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ക്യാഷ് അറ്റ് ബാങ്ക് കറണ്ട് അസറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ SOFPയിൽ ഇക്വിറ്റീസിൽ എടുക്കണം. കോൾസ് ഇൻ അരിയർ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. കോൾസ് ഇൻ അരിയർ വന്നു കഴിഞ്ഞാൽ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നത് ലെസ് ചെയ്ത് കാണിക്കണം. SOFPയിൽ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നോൺ കറണ്ട് അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി നോൺ കറണ്ട് അസറ്റ്, സ്റ്റോക്ക് ഓൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസ് ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ SOPയിൽ എടുക്കണം. ഫർണിച്ചർ നോൺ കറണ്ട് അസറ്റ്, സൺഡ്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്, ഇന്ററിം ഡിവിഡന്റ് സർപ്ലസിൽ നിന്ന് ലെസ് ചെയ്യണം. ഗുഡ്വിൽ നോൺ കറണ്ട് അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്, പക്ഷെ നമ്മൾ ഇവിടെ ജനറൽ റിസർവിലാണ് ലെസ് ചെയ്ത് കാണിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസസ് എന്ന് പറയുന്നത് SOPയിൽ എടുക്കണം. ജനറൽ എക്സ്പെൻസ് SOPയിൽ അതർ എക്സ്പെൻസിൽ എടുക്കേണ്ട ഐറ്റാണ്. വേജസ്, സാലറീസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലാണ് എടുക്കേണ്ടത്. ബാഡ് അറ്റ് അതർ എക്സ്പെൻസ് ആണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. 6% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നോൺ കറണ്ട് ലാബിലിറ്റി ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആണ്, നമ്മൾ സർപ്ലസിനോട് കൂടെ ആഡ് ചെയ്യണം. ദെൻ ക്രെഡിറ്റേഴ്സ് നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ട് എടുക്കണം. സെയിൽസ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് SOPയിൽ ഫസ്റ്റ് ഐറ്റം. ജനറൽ റിസർവ് ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസിൽ SOFPയിൽ എടുക്കേണ്ടതാണ്. അതർ ഇക്വിറ്റീസിൽ ബാഡക്ട് റിസർവ് എന്ന് പറയുന്നത് ഓൾഡ് ബാഡക്ട് ആണ്, അല്ലെങ്കിൽ പ്രൊവിഷൻ ആണ്, നമുക്ക് അതർ എക്സ്പെൻസിലാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഞാൻ ഇതിന്റെ ആൻസറിലേക്ക് തന്നെ നേരിട്ട് പോവുകയാണ്. നമുക്ക് SOPL ആണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കതില് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ സാധാരണ എഴുതുന്ന റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് സെയിൽസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയിട്ട് 4,15,000. 4,15,000. അതർ ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കാം. നമ്മുടെ ക്വസ്റ്റ്യനില് അതർ ഇൻകംസുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഇൻകം ടോട്ടൽ റവന്യൂ ആയിട്ട് ഇതിനെ എടുക്കാവുന്നതാണ്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 കാണിക്കുന്നുണ്ട് 4,15,000. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. നമ്പർ 2 വന്നു കഴിഞ്ഞാല് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ സാധാരണയായിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ ആണ്. ആ ഒരു ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. പിന്നെ നമുക്ക് എഴുതാവുന്നത് പർച്ചേസസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. പർച്ചേസസ് എന്ന് പറയുന്ന ഐറ്റം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. പർച്ചേസസ് എന്ന് പറയുന്നത് 1,85,000 ആണ്. 1,85,000 ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ചേഞ്ച് ഇൻ ഇൻവെന്ററി ആണ് കാണിക്കേണ്ടത്. ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 95,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് പറയുന്നത് 95,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത് 75,000 ആണ്. 75,000. അപ്പൊ 20,000 ആണ് ഇതിന്റെ ഡിഫറൻസ്. പക്ഷെ നമ്മൾ ഡിഫറൻസ് എഴുതുമ്പോൾ ഇതിൽ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ തീരുമാനിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ കൂടുതൽ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും. അതുകൊണ്ട് തന്നെ നമുക്ക് മോർ എമൗണ്ട് ആയിട്ട് വരുന്നതിനെ എന്തായിട്ട് കാണിക്കണം, ലെസ് ചെയ്യുന്നതായിട്ടാണ്
കാണിക്കേണ്ടത്. 20,000 എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്, ലെസ് ചെയ്തതായിട്ട് കാണിക്കണം. ലെസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്, ദാറ്റ് ഇൻക്രീസിംഗ് എമൗണ്ട് ഷുഡ് ബി ഷോൺ ആസ് എ നെഗറ്റീവ് ഫിഗർ. അതാണ് ഇതിന്റെ റൂള്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് അറിയാൻ ബ്രാക്കറ്റിൽ കൊടുത്തു എന്ന് മാത്രം. ചേഞ്ച് ഇൻ ഇൻവെന്ററി കഴിഞ്ഞാൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെൻസസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വേണമെങ്കിൽ നമുക്ക് നോട്ട് നമ്പർ 1 ആയിട്ട് കൊടുക്കാം. നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പറയുന്നത് വേജസ് ആണ്, മറ്റൊരെണ്ണം പറയുന്നത് സാലറി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേജസ് കാണിക്കണം, വേജസ്, മറ്റൊരെണ്ണം സാലറി. അപ്പൊ വേജസ് എമൗണ്ട് പറയുന്നത് 13,115 ആണ്. സാലറി എമൗണ്ട് പറയുന്നത് 20,225 ആണ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 33,340 ആണ്. അപ്പൊ ആ എമൗണ്ട് നമുക്കിവിടെ കാണിക്കാം, 33,340. അപ്പൊ ഇതില് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും വരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ പറയുന്നുണ്ട്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 9,000 ആണ് പറയുന്നത്. അതേസമയം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ 6 months ആണെന്നുള്ളത് അഡ്ജസ്റ്റ് നമ്പർ 3ലും പറയുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് വന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നോട്ട് നമ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. നോട്ട് 2 അതില് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക എത്രയാണ് ഡിബഞ്ചേഴ്സ് തന്നിട്ടുള്ളത്. 6% ഡിബഞ്ചേഴ്സ് ആണ്. 3 lakhs റുപ്പീസിന്റെ ഡിബഞ്ചേഴ്സ് ആണ്. 6 lakhs ഡിബഞ്ചേഴ്സ് റുപ്പീസ് 3 lakh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഇയറിന് വരുന്ന ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? നമുക്ക് 1 ഇയറിന് 3 ലക്ഷത്തിന് 6% വെച്ചുകൊണ്ട് 1,80,000 ആയിരിക്കും. സോറി, 18,000 ആയിരിക്കും വരുന്നത്. 18,000, 1,80,000 അല്ല, 18,000 ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതിന്റെ 6 months ആണ് ഡ്യൂ എന്നുള്ളതാണ്. 6 months ആണ് ഡ്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ 6 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 6 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 9,000 ആണ് ഡ്യൂ. അപ്പൊ നമുക്ക് ഡ്യൂ വരുന്ന എമൗണ്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ കാണിക്കും? ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 9,000, ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 6 months, 6 monthsന് 9,000, ടോട്ടൽ 18,000. അതായത് ഒരു വർഷത്തിന് 18,000 ആണ് വരുന്നത്. 9,000 അവർ കൊടുത്ത എക്സ്പെൻസ് ആണ്. ഇനി 9,000 കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റ് എത്രയാണ്? 18,000. ഇതാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഫിനാൻസ് കോസ്റ്റില് 18,000 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ടത്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചത് തന്നെയാണ്. ഓക്കെ, ഇനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ മറ്റൊരെണ്ണം പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് പറയുന്നത്, ഡിപ്രീസിയേഷൻ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2 ആണ്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ 10%. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 33 ലക്ഷമാണ്. 33 ലക്ഷം, 33 ലക്ഷം അല്ല, 3,30,000. അപ്പൊ 3,30,000ന്റെ 10% നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ടതുള്ളൂ. ഇത് ഒരു ഐറ്റം മാത്രമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതിയെന്ന് മാത്രം നോട്ടായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് 33,000 രൂപ ആയിരിക്കും ഡിപ്രീസിയേഷൻ വരുന്നത്. 3,30,000ന്റെ 10% എന്ന് പറഞ്ഞാല് 33,000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസിൽ നമുക്ക് ചില ഐറ്റംസുകളൊക്കെ പറയുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് പറയുന്നുണ്ട്, ന്യൂ പ്രൊവിഷൻ പറയുന്നുണ്ട്, ജനറൽ എക്സ്പെൻസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് സെപ്പറേറ്റ് നോട്ടായിട്ട് കാണിക്കാം. ടോട്ടൽ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്
നോട്ട് നമ്പർ 3 അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസിൽ ജനറൽ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് തന്നെ പറയുന്നുണ്ട്. ജനറൽ എക്സ്പെൻസസ് പറയുന്നത് 16,835 ആണ്. പിന്നെ ഒരെണ്ണം നമുക്ക് കാണിക്കാവുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 2,110 ആണ്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഓൾഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. ഇവിടെ നമുക്കറിയാം ഓൾഡ് പ്രൊവിഷൻ ആണോ ന്യൂ പ്രൊവിഷൻ ആണോ കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആണ് അതർ എക്സ്പെൻസിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ പ്രൊവിഷൻ ആയിട്ട് വരുന്നത് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 5% തന്നെയാണ്. ഡെപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 87,000. അപ്പൊ നമുക്കിവിടെ കാണിക്കാം ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ കാണിക്കേണ്ടത് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 87,000. അതിന്റെ 5% എന്ന് പറയുന്നത് 4,350 ആണ്. ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 3,500. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. കാരണം ന്യൂ പ്രൊവിഷൻ ആണ് ഓൾഡ് പ്രൊവിഷനേക്കാൾ കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണിക്കാനായിട്ട് പാടുള്ളൂ. നമുക്ക് 850 ആണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഐറ്റം ആയിട്ട് അതർ എക്സ്പെൻസിൽ കാണിക്കാവുന്നത് പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. അത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും പ്രിലിമിനറി എക്സ്പെൻസിന്റെ റൈറ്റ് ഓഫിനെ കാണിക്കാറുള്ളത് പോലെ തന്നെ നമുക്ക് അതർ എക്സ്പെൻസസിൽ തന്നെ കാണിക്കാം. പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് തന്നെയാണ് പറയുന്നത് 5,000 ആണ്. 5,000 പ്രിലിമിനറി 5,000 ആണ്. 5,000 അല്ല 500 ആണ് പറയുന്നത്. 500 ആണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലായിരുന്നു 5,000. ഇവിടെ പറയുന്നത് 500 ആണ്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതർ എക്സ്പെൻസിന്റെ ടോട്ടൽ കാണാനായിട്ട് പറ്റും. നമുക്ക് അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 20,295 ആയിരിക്കും അതർ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിവിടെ അതർ എക്സ്പെൻസസുകളിൽ 20,295 20,295 എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ കാണിക്കാം. ഇതാണ് അതർ എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസ്. ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കണം. പ്രിലിമിനറി എക്സ്പെൻസ് എടുക്കണം. ന്യൂ പ്രൊവിഷൻ, ഓൾഡ് പ്രൊവിഷൻ, ബാഡ് ഡെപ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതർ എക്സ്പെൻസിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമുക്ക് വേറെ എക്സ്പെൻസുകളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്ര എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് 2,69,639 ആണ്. 2,69,365 ആണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. നമ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. നമുക്ക് ഇവിടെ തേർഡ് വൺ ആയിട്ട് പ്രോഫിറ്റ് കാണാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ എക്സ്പെൻസുകളും ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 4,15,000 നിന്ന് 2,69,365, അതായത് ഒന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,45,365. അത് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ടാക്സ് എക്സ്പെൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ കാണിക്കാം ടാക്സ് എക്സ്പെൻസ്. നമ്മുടെ ക്വസ്റ്റ്യനില് ടാക്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല, നില്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും? 1,45,365 തന്നെ ആയിരിക്കും പ്രോഫിറ്റ് ഫോർ ദ ഇയർ. പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞാല് 1,45,365. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്ത് നോക്കണം? ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് SOFP യിലേക്ക് പോകാം.
ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അസെറ്റ് ആണ്. ഫസ്റ്റ് ഐറ്റം ഇവിടെ അസെറ്റ്സ് എഴുതുമ്പോൾ ആദ്യം നോൺ കറണ്ട് അസെറ്റ് എത്രയെന്നുള്ളത് നോക്കണം. നോൺ കറണ്ട് അസെറ്റ്സ്, അതിൽ തന്നെ നമുക്ക് ആദ്യം പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് കാണിക്കാം. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റിൽ 3-4 ഐറ്റംസുകളൊക്കെ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ഇതൊക്കെ ഉണ്ട്. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാനുള്ളത് കൊണ്ട് നോട്ട് നമ്പർ ആയിട്ട് തന്നെ ഇവിടെ കാണിക്കണം. നോട്ട് നമ്പർ 1 എന്ന് പറയാം. നോട്ട് നമ്പർ 1 കാണിക്കുന്നത് ഒരൈറ്റം നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നുണ്ട്. മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ വരുന്നുണ്ട്. ഫർണിച്ചർ. പിന്നെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പൊ 3 ഐറ്റം കൂടെ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷമാണ് വരുന്നത്, 3 lakhs. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7200 ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 3,30,000 ആണ്. അതിന്റെ 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ലെസ് 10% ഡിപ്രീസിയേഷൻ. അത് 33,000 രൂപ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,97,000 ആയിരിക്കും പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത്. ടോട്ടൽ ഇതിന്റെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റിൽ 6,04,000 ആണ് എമൗണ്ട് വരുന്നത്. ആ എമൗണ്ട് നമുക്ക് ഇവിടെ കാണിക്കാം. 6,04,000. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്, ഫർണിച്ചർ തന്നിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്. അതിന്റെ ഡിപ്രീസിയേഷൻ 10% ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നതാണ് ഇവിടെ നോട്ട് നമ്പർ 1 6,04,200 ആണ് വരുന്നത്. 4,200. ഓക്കെ, 200 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് കഴിഞ്ഞാല് ഗുഡ് വിൽ ആയിട്ട് വരുന്ന, ഇൻടേഞ്ചിബിൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം, ഇൻടേഞ്ചിബിൾ അസറ്റ് ആണ്. നമുക്ക് ഗുഡ് വിൽ ഒക്കെ സെപ്പറേറ്റ് തന്നെയാണ് കാണിക്കേണ്ടത്. ഗുഡ് വിൽ എന്ന് പറയുന്ന എമൗണ്ട് 25,000 ആണ് പറയുന്നത്. 25,000. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോൺ കറണ്ട് ആയിട്ട് വരുന്ന അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. നമുക്ക് വേറെ നോൺ കറണ്ട് അസറ്റുകളൊന്നും ഇതില് പറയുന്നില്ല. അതായത് ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലും ജനറൽ റിസർവിൽ തന്നെയാണ് അത് ലെസ് ചെയ്യുന്നത്. നില്ലായിട്ട് കാണിക്കാം. ഇനി വേറെ വരുന്നത് കറണ്ട് ആയിട്ട് വരുന്ന അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റില് നമുക്ക് ആദ്യം കാണിക്കാവുന്നത് ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന അസറ്റുകളാണ്. ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റില് നമുക്ക് ട്രേഡ് റിസീവബിൾസുകളൊക്കെ ഇവിടെ കാണിക്കാം. ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പ്രൊവിഷൻസുകളൊക്കെ പറയുന്നുണ്ട്. ട്രേഡ് റിസീവബിൾസിന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോട്ട് നമ്പർ 2 ആയിട്ട് കാണിക്കാം. ട്രേഡ് റിസീവബിൾ നോട്ട് നമ്പർ 2. ട്രേഡ് റിസീവബിൾസ്. അതിലെ ഡെപ്റ്റേഴ്സ് ആണ് നമുക്ക് ആദ്യം കാണിക്കാനുള്ളത്. ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 87,000 ആണ്. അതില് പ്രൊവിഷൻ പറയുന്നുണ്ട് 5% ആണ് പ്രൊവിഷൻ. ലെസ് 5% പ്രൊവിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 87,000ന്റെ 5% എന്ന് പറയുന്നത് 4,350. ലെസ് ചെയ്യുന്ന എമൗണ്ട് 82,650. ഈ എമൗണ്ട് ആണ് നമ്മൾ ട്രേഡ് റിസീവബിൾ ആയിട്ടൂടെ കാണിക്കേണ്ടത്. 82,650. ഓക്കെ, ഇപ്പൊ ട്രേഡ് റിസീവബിൾ കഴിഞ്ഞാല് നമുക്ക് ഇനി വേറെ ഐറ്റംസുകൾ കറണ്ട് അസറ്റുകളിലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഐറ്റം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് കാണിക്കാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അതില് ക്യാഷ് ഇൻ ഹാൻഡ് ഒരു ഐറ്റം ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് രണ്ടും സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എമൗണ്ട് പറയുന്നത് 40,650. ക്യാഷ് അറ്റ് ബാങ്ക് 84,865. ഓക്കെ, ഇനി അതർ ആയിട്ട് വരുന്ന കറണ്ട് അസറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. അങ്ങനെയുള്ള അസറ്റുകൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാം.
ഇവിടെ കറണ്ട് ആയിട്ടുള്ള അസറ്റുകളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ നില്ല് അടിക്കാം. ഇനി ഇതിന്റെ ടോട്ടൽ അസറ്റ് എത്ര എന്നുള്ളത് നോക്കാം. ടോട്ടൽ അസറ്റ്, ഈ ടോട്ടൽ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 9,32,365 ആണ്. ആൻസർ ശരിയാണ്, 9,32,365 ഇതാണ് നമുക്ക് ടോട്ടൽ അസറ്റ് ആയിട്ട് വരുന്നത്. ഇനി വരുന്ന അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് ആണ്. ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ്, അതില് ആദ്യം എഴുതുന്നത് ഇക്വിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഇക്വിറ്റീസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ആണ് കാണിക്കാറ്. പക്ഷെ ഈ ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് കോൾസ് ഇൻ ഏരിയർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്നാണ് അതിനെ ലെസ് ചെയ്യേണ്ടത്, കോൾസ് ഇൻ ഏരിയർ. അപ്പൊ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ എമൗണ്ട് ഞാനിവിടെ പറയുന്നുണ്ട് 4 lakhs ആണ് ക്യാപിറ്റൽ. 4 lakhs. അതിൽ നിന്ന് അതിന്റെ എരിയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എരിയർ ആയിട്ടുള്ള എമൗണ്ട് വരുന്നത് 7,500 ആണ്. 7,500. ബാക്കിയുള്ളതാണ് നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റലുള്ളൂ. അത് ഇവിടെ ഒന്ന് എരിയർ ആണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണിക്കണം. കോൾസ് ഇൻ എരിയറിനെ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. ട്രയൽ ബാലൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത് 3,92,500 ആയിരിക്കും നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അതർ ഇക്വിറ്റീസിലേക്ക് പോകാം. അതർ ഇക്വിറ്റീസ് ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പൊ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ടായിട്ട് കൊടുക്കാം. സെപ്പറേറ്റ് നോട്ടായിട്ട് കാണിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമുക്ക് റിസർവ്സിനെ കുറിച്ച് ആദ്യം എഴുതാനുള്ളത്. റിസർവില് ജനറൽ റിസർവ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഐറ്റം തന്നിട്ടുള്ളതാണ്. ജനറൽ റിസർവ് വരുന്നത് 2,50,000 ആണ്. സോറി, 2,50,000 അല്ല, 25,000 ആണ് വരുന്നത്. 25,000. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസിനെ ഇവിടെ തന്നെയാണ് ലെസ് ചെയ്യുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്, അതായത് 5,000-ൽ നിന്ന് 500 റൈറ്റ് ഓഫ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 4,500-നെ ഇവിടെ തന്നെയാണ് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുന്നത്. 4,500 ദാറ്റ് ഈസ് 20,500 ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള റിസർവ് എന്ന് പറയുന്നത്. ഇതിന്റെ റൂള് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എമൗണ്ട് ജനറൽ റിസർവിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണ് പ്രിലിമിനറി എക്സ്പെൻസിനെ കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇവിടെ ആണ് ഈ ആൻസർ, ഈ പ്രിലിമിനറി എക്സ്പെൻസ് 4,500 എടുക്കുന്നതെങ്കിൽ ചെറിയൊരു ആൻസറിന്റെ ഡിഫറൻസ് വരും. ടാലി ആവും, ഈക്വൽ ആവും ക്വസ്റ്റ്യന്. പക്ഷേ ഈ വ്യത്യാസം രണ്ട് സൈഡിലും കാണിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ജനറൽ റിസർവിൽ നിന്നാണ് ലെസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ ആൻസറിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 20,500 വന്നു. ഇനി നമുക്കുള്ളത് സർപ്ലസ് ആണ്. സർപ്ലസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3,500 ആണ് തന്നിട്ടുള്ളത്. 3,500. ഇപ്പൊ നമുക്ക് കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,00,000. പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുള്ളത് 14,500 ആണ്. 14,500, 3,500 അല്ല, 14,500 ആണ് ട്രയൽ ബാലൻസിൽ. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1,45,365 ആണ്. 1,45,365 നമുക്ക് SOPL ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ടോട്ടൽ ആയിട്ട് വരുന്ന സർപ്ലസ് എന്ന് പറയുന്നത് 1,59,865 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സർപ്ലസ് ആയി. സാധാരണ സർപ്ലസിൽ നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റംസ് നമുക്കറിയാം. റിസർവ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്, ഇന്ററിം ഡിവിഡന്റ്, CDT, ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്നാണ് ലെസ് ചെയ്യാറ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഐറ്റംസുകളാണ് പറയുന്നത്. ഒന്ന് പറയുന്നത്
ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CDT ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഇന്ററിം ഡിവിഡൻഡും ഇതിൽ പറയുന്നുണ്ട്, ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ററിം ഡിവിഡൻഡ് കാണിക്കാം. ഇന്ററിം ഡിവിഡൻഡ് എമൗണ്ട് ഉള്ളത് എത്രയാണ്, 37,500. നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഇനി പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡ്, ഇത് ലെസ് ചെയ്യാനുള്ളതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അഡ്ജസ്റ്റ് നമ്പർ 6 ആണ് പറയുന്നത്. അഡ്ജസ്റ്റ് നമ്പർ 6ൽ പറയുന്നത് ഡയറക്ടേഴ്സ് പ്രൊപ്പോസ് എ ഫൈനൽ ഡിവിഡൻഡ് ഓഫ് ₹1 പെർ ഷെയർ. അതായത് ഒരു ഷെയറിന് ₹1 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പറയുന്നത്. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ നമ്പർ 40,000 ഷെയർസ് ആണെന്നാണ് പറയുന്നത്. ഒരു ഷെയറിന് ₹1 വെച്ചിട്ടാണെങ്കിൽ 40,000 × 1 40,000 രൂപയാണ് അവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ CDT എത്രയാണെന്നുള്ളത് നോക്കാം. CDT ലെസ് ചെയ്യേണ്ടതാണ്. CDT എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDT എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ചെയ്യുന്നത് CDT ചെയ്യുന്നത് 20% ആണ്. 20% ആണ് CDT ചെയ്യുന്നത്. നമ്മൾ ഏതിന്റെ മുകളിലാണ് CDT കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവിഡൻഡ് പേ ചെയ്തതിന്റെ മുകളിൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 + 37,500, അതായത് 77,500ന്റെ മുകളിലാണ് 20% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 77,500 എങ്ങനെ 77,500 ചോദിച്ചു കഴിഞ്ഞാല് 40,000 37,500 ഇന്ററിം ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഡിവിഡൻഡ്. അതിന്റെ മുകളിലാണ് കാണുന്നത്. സോ 20% ഓൺ 77,500. ഇത് 77,500 കിട്ടിയത് ഈ ടോട്ടൽ ഡിവിഡൻഡ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,500 ആണ് CDT വരുന്നത്. 15,500. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ്. ലെസ് ചെയ്യാനുള്ള ഐറ്റം 93,000 വരും. 93,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 66,865. ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സർപ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. 66,865 ആണ്. അതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, റിസർവിൽ നിന്നാണ് ഈ പറയുന്ന പ്രിലിമിനറി എക്സ്പെൻസിനെ മൈനസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDT എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ടോട്ടൽ ഡിവിഡൻഡിന്റെ മുകളിലാണ് CDT. ഇവിടെ ഇന്ററിം ഡിവിഡൻഡ് ഉണ്ട് 37,500, ഫൈനൽ ഡിവിഡൻഡ് 40,000 ആണ്. 40,000 എന്ന് പറയാൻ കാരണം ഒരു ഷെയറിന്റെ മുകളിൽ ഓരോ ഷെയറിനും ₹1 വെച്ചിട്ടാണ്. അങ്ങനെ 40,000 ഷെയർസിന് ₹1 വെക്കുമ്പോൾ 40,000 × 1 40,000. ടോട്ടൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 77,500. അതിന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,500 വരും. അപ്പൊ ഈ മൂന്നും നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതാണ്, ലെസ് ചെയ്യാനുള്ള ഐറ്റം ആണ്. ഈ സർപ്ലസിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. ലെസ് ചെയ്യുമ്പോൾ 93,000 ലെസ് ചെയ്യണം. അതായത് ഇതിന്റെ ടോട്ടൽ ആണ് ഈ 93,000 എന്ന് പറയുന്നത്. അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 66,865 വരും. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,500 66,865 ചെയ്യുമ്പോൾ 87,365 വരും. ഇതാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. 87,365. ഓക്കെ, ഇനി നമുക്ക് കാണിക്കാനുള്ളത് ലാബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ലാബിലിറ്റീസ് എത്രയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതില് ലാബിലിറ്റീസുകൾ എഴുതുമ്പോൾ നോൺ കറന്റ് ലാബിലിറ്റി ആണ് ആദ്യം കാണിക്കുന്നത്. അതിൽ തന്നെ ഫിനാൻഷ്യൽ ലാബിലിറ്റി ഉണ്ട്. ഫിനാൻഷ്യൽ ലാബിലിറ്റിയിൽ നമുക്ക് നോൺ കറന്റിൽ സാധാരണ കാണിക്കാനായിട്ട് കഴിയുക ലോങ് ടേം ബോറോയിങ്സ്, ലോങ് ടേം ലോൺസ് ഒക്കെയാണ്.
ഇവിടെ ഒരു ബോറോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ തന്നെയാണ് കാണിക്കേണ്ടത്. ഡിബഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഡിബഞ്ചർ എമൗണ്ട് കാണുന്നത് 3 lakhs ആണ്. 3 lakhs. ഓക്കെ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഡ്യൂ എമൗണ്ട് എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോ എമൗണ്ട് വരുന്നത് ഡ്യൂ ആയിട്ട് വരുന്നത് 9,000 ആണ്. 9,000. അപ്പൊ നമുക്ക് 3,90,000 ആണ് ഏത് വരുന്നത്, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലാബിലിറ്റിയിൽ വരുന്നത്. നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് നോട്ടായിട്ട് കാണിക്കാം. ഞാനിവിടെ ഒരൈറ്റം ഉള്ളത് കൊണ്ട് എഴുതിയെന്നുള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് തന്നെ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നത് 6 monthsന്റെ മാത്രമേ ഇവിടെ കാണിക്കാനായിട്ട് പാടുള്ളൂ. മുഴുവൻ എമൗണ്ട് നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ഫിനാൻസ് കോസ്റ്റില്, SOPL കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 6 monthsന്റെ ഡ്യൂ ആയിട്ടുള്ളത് മാത്രമേ കാണിക്കാനായിട്ട് പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. 18,000 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കരുത്. അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, ടോട്ടൽ എക്സ്പെൻസ് ആണ്. ഡ്യൂ ആയിട്ട് നിൽക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ, 9,000 6 monthsന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ലാബിലിറ്റി ആയിട്ട് വരുന്നത്, നോൺ കറണ്ട് ലാബിലിറ്റി. നമുക്ക് പ്രൊവിഷൻസുകളൊക്കെയാണ് എഴുതാറ്. അങ്ങനെയുള്ള പ്രൊവിഷൻസുകൾ, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി, അതൊന്നും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തായിട്ട് എന്തിനാ കാണിക്കാം, കറണ്ട് ആയിട്ട് വരുന്ന ലാബിലിറ്റി ഏതാണെന്നത് കാണിക്കാം. കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസുകളിലും ആദ്യം തന്നെ എഴുതാനുള്ളത് എന്താണ്, ഫിനാൻഷ്യൽ ലാബിലിറ്റി തന്നെയാണ്. ഫിനാൻഷ്യൽ ലാബിലിറ്റി. ഫിനാൻഷ്യൽ ലാബിലിറ്റിയില് ഇവിടെ പറയുന്നത് ട്രേഡ് പായബിൾസ് പോലുള്ളതൊക്കെയാണ്. ട്രേഡ് പായബിൾസ്. ട്രേഡ് പായബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് പോലുള്ള ഐറ്റംസുകൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഐറ്റം പറയുന്നുണ്ട്, ട്രേഡ് പായബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. ക്രെഡിറ്റേഴ്സ് 88,000 ആണ് പറയുന്നത്. 88,000. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ, അതർ കറണ്ട് ആയിട്ട് വരുന്ന ലാബിലിറ്റീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അതർ കറണ്ട് ലാബിലിറ്റീസുകളൊന്നുമില്ല. വേറെ കാണിക്കാനുള്ളത് പ്രൊവിഷൻസുകളാണ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന പ്രൊവിഷൻസുകളാണ് നമ്മൾ കറണ്ട് ആയിട്ടുള്ള ലാബിലിറ്റിയിൽ കാണിക്കാറുള്ളത്. അപ്പൊ കറണ്ട് ലാബിലിറ്റിയിൽ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് നമുക്ക് നോട്ട് നമ്പർ 4 ആയിട്ട് കാണിക്കാം. ഇവിടെ നോട്ട് നമ്പർ 4 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ഷോർട്ട് ടേം പ്രൊവിഷൻസ്. നമ്മൾ എന്താണ് ഈ ഷോർട്ട് ടേം പ്രൊവിഷൻസുകൾ എഴുതാറ്, നമുക്കത് നന്നായി പഠിച്ചു വെക്കുന്നതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, CDT, ഈ ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. നമുക്കിവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇല്ല, കാരണം SOPL നമ്മൾ ടാക്സ് എക്സ്പെൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ അങ്ങനെയുള്ള പ്രൊവിഷൻസുകൾ ടാക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്കത് ഇവിടെ കാണിക്കാനായിട്ട് കഴിയില്ല. പിന്നെ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണിക്കാം പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമുക്കുള്ളത് 40,000 ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 40,000 ഷെയറിന് 1 രൂപ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ 40,000 രൂപയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുത്തതിന്റെ മുകളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, CDT വരുന്നുണ്ട്. CDT 20% ആണ് എന്നുള്ളതാണ്. അതായത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ് CDT കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. 20% ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പ്രത്യേക ഇതിന്റെ ആൻസറിന്റെ താഴെ ഹിന്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ എത്രയാണ് CDT നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് 77,500ന്റെ മുകളിൽ 20% കാൽക്കുലേറ്റ് ചെയ്തത്. ആണെങ്കിൽ 15,500 ആയിരുന്നു നമ്മുടെ CDT എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് 55,500 എന്ത് വന്നിട്ടുണ്ട്, ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് നമ്പർ 4 ആയിട്ട് 55,500 കാണിക്കാം. ഇനി വേറെ ലാബിലിറ്റീസുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന്റെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് ആണ് കിട്ടുന്നത്. ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസില്
നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ സെയിം 9,32,365 തന്നെയാണ് ആൻസർ വരുന്നത്. ഇത്രയാണ് നമുക്ക് 9,32,365 തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതായത് നോൺ കറന്റ് ആസറ്റില് ജനറൽ റിസർവ് എന്താണ് എടുക്കാത്തത് എന്നുള്ളതും ഈ റിസർവിൽ നമ്മൾ അത് എന്തിനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പ്രത്യേകിച്ച് വേറെ ഇതില് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും വരുന്നില്ല. നമുക്ക് തുടർന്ന് വരുന്ന എക്സർസൈസുകൾ ചെയ്യാനായിട്ട് ഇനി ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താണ്. ഓക്കെ, താങ്ക് യു.